ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തെങ്ങിന് വളം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. മഴയുടെ തുടക്കത്തിലാണ് എല്ലാവരും തെങ്ങിന് വളം ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് രാസവളം ഉപയോഗിക്കുന്നവരുണ്ട്, ജൈവവളം ഉപയോഗിക്കുന്നവരുണ്ട്, രാസവളവും ജൈവവളവും കൂടി ചേർത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ ജൈവവളം മാത്രമാണ് തെങ്ങിനും കവുങ്ങിനുമൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ ഒരു 1.5 മീറ്റർ അകലത്തിൽ ഇതുപോലെ ഒരു തടമെടുക്കുക. തടമെടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ മേൽമണ്ണെല്ലാം തെങ്ങിൻ്റെ കടഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള കുറച്ച് തായ്മണ്ണുകളാണ് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ തെങ്ങിൻ്റെ വേര് കാണുന്ന അത്രയും മണ്ണ് നമ്മൾ നീക്കം ചെയ്താൽ മതി. തെങ്ങിൻ്റെ വേര് കൂടുതൽ നമ്മൾ മുറിച്ച് പൊട്ടിച്ച് കളയരുത്. അപ്പോൾ മേൽമണ്ണെല്ലാം കടഭാഗത്തേക്ക് നന്നായി ചേർത്ത് കൂട്ടി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന മണ്ണ് നമുക്ക് സൈഡ് ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ വേര് കാണുന്നത് വരെ നമ്മൾ ഈ മണ്ണ് നീക്കം ചെയ്യണം. വേര് കണ്ട് നമ്മൾ വേര് കൂടുതൽ പൊട്ടിച്ച് കളയുകയും ചെയ്യരുത്. അതിനുശേഷം നമുക്ക് ഇതിൽ കുമ്മായപ്പൊടി വിതരണം. ഞാൻ ഒരു പ്രാവശ്യം കുമ്മായം ചെയ്തതാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ കുമ്മായം ഇടുന്നില്ല. കുമ്മായപ്പൊടി നമ്മുടെ മണ്ണിൻ്റെ അമ്ലം കുറക്കുന്നതിന് വേണ്ടിയാണ് കുമ്മായപ്പൊടി വിതറുന്നത്. അത് വളരെ നല്ലതാണ്. കുമ്മായപ്പൊടി വിതറിയിട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഏത് വളമായാലും രാസവളമായാലും ജൈവവളമായാലും നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കാലയളവ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇനി വളം ചേർക്കുകയാണ്. ഞാൻ കോഴിവളമാണ് ചേർക്കുന്നത്. കോഴിവളം ഞാൻ നേരിട്ട് ചേർക്കാറല്ല ചെയ്യാറ്. ഞാൻ കോഴിവളം എല്ലാം ചാക്ക് ഒഴിവാക്കി ഒരു സ്ഥലത്ത് ഇതുപോലെ കൂട്ടിയിട്ടതിന് ശേഷം കുറച്ച് വെള്ളം നനച്ച് ഇതുപോലെ ഒരു ഷീറ്റിട്ട് മൂടി വെക്കും. എന്നാൽ നമുക്കത് പിന്നെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കളറിൽ കിട്ടും. അതുപോലെ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാവും, ഇതിൻ്റെ ചൂടും പോയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് അടുക്കളയിൽ അടുക്കള കൃഷിയായിട്ട് പച്ചക്കറി കൃഷികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കോഴിവളം നേരിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. നമ്മുടെ മഴക്കാലത്ത് നമുക്ക് തെങ്ങിനൊക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ തെങ്ങ് ഒന്നിന് നമുക്ക് 2 കൊട്ട വീതം ജൈവവളം ഇട്ട് കൊടുക്കാം. അത് ചാണകപ്പൊടി ആയാലും കോഴിവളമായാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് കമ്പോസ്റ്റ് വളങ്ങളും നമുക്ക് ഉപയോഗിക്കാം. രാസവളമാവുമ്പോൾ ഒരു തെങ്ങിന് 3 കിലോ വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കരിയിലയോ പച്ചിലയോ ഒക്കെ ഉള്ളവർക്ക് പച്ചില ചേർത്തിട്ട് നമുക്ക് അത് ഇതിൻ്റെ ചുറ്റുഭാഗം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മണ്ണിടാം. അല്ലാതെ പച്ചില കരിയിലൊന്നും ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് മണ്ണിട്ട് കൊടുക്കുക. പച്ചില ഇടുമ്പോൾ നമുക്ക് ഒന്ന് വാടി ഇലകളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം മണ്ണ് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മളിതിൻ്റെ കടഭാഗത്ത് കൂട്ടി വെച്ച മേൽമണ്ണ് നമുക്ക് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുക. പിന്നെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച മണ്ണ് അതും കൂടെ കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് തട്ടി വളം നന്നായിട്ട് മൂടി കൊടുക്കുക. പിന്നെ മഴക്കാലത്ത് പുല്ലൊക്കെ കിളുത്ത് വരും. അത് നമ്മൾ മഴ പോകുന്ന സമയത്ത് നന്നായി വെയിലായ സമയത്ത് നമുക്ക് പുല്ലൊക്കെ ഒന്ന് കൊത്തി ചനങ്ങി കൊടുക്കുക. അപ്പോൾ ആ പുല്ല് വാടി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പൊട്ടി നല്ല ഒരു എയർ സർക്കുലേറ്റ് നമുക്ക് തെങ്ങിനൊക്കെ ഒരു എയർ സർക്കുലേഷൻ അതും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ വന്നവരേക്കും എല്ലാവർക്കും ബൈ.